ഈ വരുന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഭരണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന UDF സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ 5 കൊല്ലക്കാലം നടത്തിയ സ്വജനപക്ഷപാതപരമായ വികസന വിരുദ്ധമായ രാഷ്ട്രീയ പക്ഷപാതിത്വത്തിൻ്റെ തിമിരം ബാധിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ കാണാതെ, മനുഷ്യരുടെ വിചാരങ്ങൾ ഉൾക്കൊള്ളാതെ 5 കൊല്ലക്കാലത്തേക്ക് തങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. 5 കൊല്ലക്കാലം ഭരിക്കാൻ അവർക്ക് അവകാശവും അവസരവുമുണ്ട്. പക്ഷേ ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്നാൽ അവർ എല്ലാവരുടെയും ആളുകളാണെന്നർത്ഥം. എല്ലാ ജനങ്ങളുടെയും ആളുകളാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മത്സരങ്ങളൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയമായ മത്സരങ്ങളും പോരാട്ടങ്ങളും വാദപ്രതിവാദങ്ങളും രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളുടെ ഇടയിൽ വിശദീകരിക്കലും പ്രകടന പത്രിക കൊടുക്കലുമൊക്കെ അതിൻ്റെ ഭാഗമാണെന്നർത്ഥം. എന്നാൽ അതിന് വ്യത്യസ്തമായ രൂപത്തിൽ നിലപാടുകളെ സ്വീകരിക്കുന്നത് മുൻഗണന അടിസ്ഥാനത്തിൽ ആവശ്യത്തിൻ്റെയും അത്യാവശ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നുണ്ടോ? വികസനവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്ലാൻ ഫണ്ടിലൊക്കെ തന്നെ എത്ര കോടി ഉറുപ്പിക കിട്ടിയിട്ടുണ്ട്. തൃത്താല മണ്ഡലത്തിന് പ്രത്യേകതയുണ്ട്. തൃത്താല മണ്ഡലത്തിൽ ജയിച്ചു പോയത് നമ്മുടെ MLA ശ്രീ രാജേഷാണ്. അദ്ദേഹം MLA ആയി. പിന്നീട് ആദ്യം അദ്ദേഹം സ്പീക്കറായിരുന്നു. സ്പീക്കർ ആ പദവി കൈകാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നീട് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കേണ്ടി വന്നതില്ലേ. ഇവിടെ കുറെ മന്ത്രിമാർ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. തൃത്താല മണ്ഡലത്തെ സംബന്ധിച്ച് ഞാൻ അവരാകെ മോശക്കാരെന്ന അർത്ഥത്തിലല്ല. ഒരു മന്ത്രിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ഉത്തമ ദൃഷ്ടാന്തമാണ് സഖാവ് MP രാജേഷ് മുഖേന ഇവിടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകൾക്കൊന്നും അറിയില്ലെങ്കിലും ബഹുമാന്യനായ കുഞ്ഞമ്പു മുതൽ K. കുഞ്ഞമ്പു തൃത്താലിൽ ജയിച്ച് കേരളത്തിന്റെ മന്ത്രിയായിരുന്നു പട്ടികജാതി ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന് ശേഷം പിന്നീട് വന്നത് ശ്രീമാൻ വെള്ളയീശ്വരനാണ്. തൃത്താല മണ്ഡലത്തിൽ നിന്ന് മന്ത്രിയായിട്ട് പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം പിന്നീട് വന്ന മന്ത്രിയായിട്ടുള്ള ഒരാള് ആരാ? KK. ബാലകൃഷ്ണനാണ്. അതുമായി ശേഷം വന്നത് K. ശങ്കരനാരായണനാണ്. MP ദാബി അല്ലാത്ത ആളുകൾക്ക് തന്നെ മന്ത്രിമാരായിരുന്നു. ഞാൻ അവരെ സംബന്ധിച്ച് മോശപ്പെടുത്താൻ വേണ്ടിയല്ല പറയുന്നു. ഒരു MLA എന്ന നിലക്ക്, അതോടൊപ്പം തന്നെ ഒരു മന്ത്രി എന്ന നിലക്ക് തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം പൊതുവായി നിർവഹിക്കുമ്പോൾ തന്നെ തൃത്താല അസംബ്ലി മണ്ഡലത്തിലെ ജനങ്ങളോട്, അസംബ്ലി മണ്ഡലത്തിലെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളോട് കഴിവിന്റെ പരമാവധി അപ്പുറത്തുനിന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെ ആകെ കേരളത്തിന്റെ മറ്റു നിയോജക മണ്ഡലങ്ങളിൽ തന്നെ മുൻപന്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായുള്ള പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ലത് ചെയ്യുമ്പോൾ നല്ലത് ചെയ്യുന്നെങ്കിലും ഒന്ന് പറയേണ്ടതോ? വിമർശിക്കാം, രാഷ്ട്രീയമായ വിമർശനം പറയാം. അപ്പൊ അതുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഈ പദ്ധതികളും ആ പദ്ധതികളുടെ സമർപ്പണവും അതുപോലെ തന്നെ അതിന്റെ നിർവഹണവുമായൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നത് ഗുണകരമാണോ? ഇവരെ നിഷേധകമായ സമീപനമാണ് സ്വീകരിക്കുന്നുള്ളതുകൊണ്ടെന്ന പരലൂർക്കാർ പോട്ടെ എന്ന നിലപാടുണ്ടോ? പരലൂരിൽ ജനങ്ങളുണ്ടല്ലോ. ഇവരെ ജയിപ്പിച്ച ആളുകൾ മാത്രമല്ലല്ലോ, ഇവരെ ജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവർ മാത്രമല്ലല്ലോ. ആ പരലൂരിലെ ജനങ്ങളെ ഒന്നിച്ച് കണ്ടിട്ടാണല്ലോ നമ്മുടെ പദ്ധതികൾ നടപ്പാക്കുന്നത്. ഇവരെ ഒട്ടേറെ വർഷങ്ങളായി ആളുകൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒട്ടേറെ വികസനങ്ങൾ, ഒരുപാട് കാലം മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ പ്രദേശത്ത് നടപ്പാക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് പരലൂരിനെ നീക്കി വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഇല്ലേ? അങ്ങനെ നടക്കുന്ന ഈ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകുന്ന ഫണ്ട് യഥാവിധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനും താല്പര്യത്തിനും അഭിവൃദ്ധിക്കും കാർഷിക മേഖല മുന്നേറ്റത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഗുണകരമായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ നിലയിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് പറയുക എന്നുള്ളതാണ്. പഞ്ചായത്ത് ഭരണസമിതിയിൽ പറയുന്നുണ്ടാവാം, ഭിന്നാഭിപ്രായം രേഖപ്പെടുന്നുണ്ടാവാം, ചിലപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ പഞ്ചായത്തിലെ ജനങ്ങളെ ആകെ ഒന്ന് ഫേസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഭരണ സംവിധാനം
ജനാധിപത്യ രീതിയിലുള്ള മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ അതിന്റെ കാര്യക്രമങ്ങളും അതുപോലെ തന്നെ അതിന്റെ സംവിധാനങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണോ ഇവിടെ ജനങ്ങളോട് പെരുമാറുന്നത്? അതിൽ കക്ഷിയുടെയും രാഷ്ട്രീയത്തിന്റെയും അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള വിദ്വേഷത്തിന്റെയും കനിവുകളുണ്ടോ, കനലെരിയുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് കൂടി ചർച്ച ചെയ്യേണ്ട ജനങ്ങളാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നു, സ്വാഭാവികമാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു, അത് നമ്മൾ അംഗീകരിക്കണം ജനാധിപത്യ വ്യവസ്ഥയിൽ നടത്തും. പക്ഷെ ഇത് അന്തിമമായ രീതിയാണ്. ഞങ്ങൾ ഇഷ്ടമായി ചെയ്യും, ഞങ്ങൾ തോന്നിയമായി ചെയ്യും, നിങ്ങളെന്തൊക്കെ കണ്ടോളി നോക്കിയാന്ന് പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കേണ്ടതും തടയേണ്ടതും ഒക്കെ ബാധ്യത നമുക്കുണ്ട്.